ഗുജറാത്തിലെ ഗിർവനത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ഞങ്ങൾ. ഇവിടെ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ അതിമനോഹരങ്ങളായ പച്ചപ്പു നിറഞ്ഞ കാടുകളിൽ നിന്നും മാറി ഗുജറാത്തിലെ വനം എങ്ങനെയാണെന്ന് കാണാനുള്ള ഒരുപാടിഷ്ടവും ആഗ്രഹത്തോടും കൂടിയാണ് ഞങ്ങളിവിടെ വന്നെത്തിയത്. ഇങ്ങനെയൊരു പഴം വിൽക്കുന്ന സ്ത്രീകളെ വഴിയിൽ കണ്ടിരുന്നു. ഇത് മുൻപ് ഗോവയിൽ നിന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. ഒരുപാട് രുചിയുള്ള പഴം എന്നൊന്നും പറയാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് ഇതൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും, അത്ര തന്നെ. സ്വാഗതത്തിനായി മയിൽ വന്നു. ഇപ്പോൾ മയിലിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് മയിലുകൾ വരുന്നുണ്ട്. അതിപ്പോൾ ഒരു ശല്യമായിട്ടാണ് കാണുന്നത്, അല്ലേ? ശരിക്കും ലയൺ സഫാരി നടത്താനുള്ള ഇടം ഇവിടെയാണ്. ഇവിടെ ഓഫീസിൽ വന്നിട്ടാണ് നമ്മൾ അതിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടതും പോകേണ്ടതുമൊക്കെ. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കത് സാധ്യമായില്ല. അവിടെ ഒരു മന്ത്രി വരാനുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം തന്നെ ക്ലോസ്ഡ് ആയിരുന്നു. അടുത്തുള്ള ഈ പാർക്ക് പോലും ക്ലോസ്ഡ് ആയിരുന്നു. നിലവിലുള്ള ലയൺസിൻ്റെ എണ്ണമൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അവരെല്ലാവരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചാൻസ് മിസ്സായിപ്പോയി. എന്തായാലും വന്നതല്ലേ എന്ന് കരുതി ഒരു പ്രൈവറ്റ് വണ്ടിയെടുത്ത് ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങാനായി തീരുമാനിച്ചു. അപ്പോൾ കണ്ട ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അന്നവിടെ കണ്ടത് ഇതൊക്കെ തന്നെയാണ്. ഇടതൂർന്ന വനമൊന്നുമല്ല, ഇലകളെല്ലാം പൊഴിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. വാടിക്കരിഞ്ഞ് ഇലകളെല്ലാം നിലത്ത് വീണ് കിടക്കുമ്പോൾ ഏതകലെയും ഒരു ജീവിയുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതേ നിറമാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഈ റോഡരികിൽ കാണുന്ന പച്ചപ്പ് തന്നെയുള്ളൂ, ബാക്കിയെല്ലാം ഉണങ്ങി വരണ്ടാണ് കിടക്കുന്നത്. അവിടെ അപ്പോൾ കണ്ട ഒരു ജീവിയായിരുന്നു ഇത്. ഒരൊറ്റ എണ്ണത്തിനെ കണ്ടുള്ളൂ. അക്കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടൊരു മാന്തോപ്പായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ പോയത് ക്രൊക്കഡൈലിനെ കാണാനാണ്. ക്രൊക്കഡൈലിനെയൊക്കെ കാണാൻ അടുത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. എന്തു തന്നെയാണെങ്കിലും അവർ പറയുന്നത് പോലെ ഞങ്ങളും കൂടെ പോയി. അവിടെ കാണാൻ പറ്റുന്ന ഒന്നിനെയും വിടില്ല എന്ന് തീരുമാനിച്ചു എന്ന് തന്നെ പറയാം. കുറച്ചു ദൂരം നടന്നപ്പോൾ ദാ അവിടെ വിശ്രമിക്കാൻ കിടക്കുന്ന ക്രൊക്കഡൈലിനെ ഞങ്ങൾ കണ്ടിരുന്നു. ഒരെണ്ണം മാത്രമൊന്നുമല്ല, ഒരു 3-4 എണ്ണമൊക്കെ ഞങ്ങൾ കണ്ടു. പോകുന്ന ഇടമാണ് ഇത്. നല്ല വാഗപ്പൂക്കളൊക്കെ വീണ് കിടക്കുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ നടന്നത്. ഇങ്ങനെ പച്ചപ്പ് അവിടെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു സുഖം തോന്നിയിരുന്നു. കണ്ടോ, കിടക്കുന്നത് കണ്ടോ? ഇയാളെ കാണാനാണ് ഞങ്ങൾ അവിടം വരെ നടന്നു പോയത്. ഞങ്ങൾ നിൽക്കുന്ന സൈഡിലേക്ക് അവർ വരില്ല എന്നും ആക്രമിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് അവിടെ നിന്ന് കണ്ടുപോകുന്നത്. ഇടയ്ക്ക് കാണുന്ന ചില പച്ചപ്പുകളിൽ ആശ്വാസം കണ്ട് ഞങ്ങളങ്ങനെ ഉണങ്ങിയ മരങ്ങൾക്കിടയിലൂടെ നടന്നു പോന്നു. ജിപ്സിയിലുള്ള യാത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതിത്തിരി രസമായി തോന്നി. നാട്ടിലേതുപോലെയുള്ള കാട് കാണാൻ ഇവിടം വരെ വരേണ്ടതില്ലല്ലോ. ഈ കാടിനും ഒരു ഭംഗിയൊക്കെയുണ്ട്. ഉണങ്ങിയ ഇലകൾക്കിടയിലൂടെ നടക്കാനും ഒരു രസം തന്നെയായിരുന്നു. ഈ നിറത്തിനിടയിലൂടെ മാനുകളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസമാണെങ്കിലും അവയെയും കണ്ടു എന്ന് പറയാം. മാനുകളും മയിലുകളും നമുക്കൊട്ടും പുതുമയുള്ള കാഴ്ചകളല്ല. ഇതിലൂടെ ഒരു ട്രെയിൻ പോയിരുന്നെങ്കിലെന്ന് ആശിച്ചുകൊണ്ട്, ആ കാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പാതയെ നോക്കി ഞങ്ങൾ മടങ്ങി.